ഒരു ചാനൽ അവരുടെ പ്രൈം ടൈമിൽ എന്ത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നമ്മൾക്ക് കഴിയുമോ? കഴിയില്ല. കാരണം കാശ് മുടക്കുന്നവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായും ആത്യന്തികമായി എഡിറ്റോറിയൽ മേധാവികൾക്ക് ഇന്നിത് കൊള്ളാം, ഈ വിഷയമെടുത്താൽ 10 പേര് കാണും എന്നൊക്കെ തോന്നുന്ന വിഷയങ്ങളാണ് മിക്ക ചാനലുകളും ചർച്ചയ്ക്കെടുക്കുന്നത്. 10 അല്ല 100 പേര് കാണുമെന്ന് തോന്നിയാലും ചില വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കാതിരിക്കുന്നതും എഡിറ്റോറിയൽ മേധാവികളുടെ തീരുമാനമായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു നിരീക്ഷണം ഇടതുപക്ഷക്കാർ, പ്രത്യേകിച്ചും CPM-കാർ പറയുന്ന ഒരു കാര്യമാണ്. മാധ്യമങ്ങൾ അവരുടെ മൂലധന താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഇക്കാര്യം. സത്യത്തിൽ ഇതിൽ ഭാഗികമായി പോലും ശരിയില്ല. മാധ്യമപ്രവർത്തകർ തന്നെയാണ്, അല്ലെങ്കിൽ എഡിറ്റോറിയൽ മേധാവികൾ തന്നെയാണ് ഏത് വിഷയം ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപൂർവം അവസരങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ കേൾക്കുന്ന മാധ്യമങ്ങളുടെ മൂലധന താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ചർച്ചകൾ നടക്കാറുള്ളത്. ബാക്കിയൊക്കെയും മാധ്യമപ്രവർത്തകരുടെ കന്നം തിരിവ് എന്നുള്ളതാണ് പച്ച പരമാർത്ഥം. ഇക്കാര്യത്തിൽ കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഇപ്പോഴില്ല, വരും നാളുകളിൽ അതൊക്കെയും പറയേണ്ട സാഹചര്യം ഉരുത്തിരിയുക തന്നെ ചെയ്യും. ഇന്ന് പറയാനുള്ളത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ ലോക്കറിൽ വെച്ച് പൂട്ടിയ ഒരു വാർത്തയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അവർ ആ വാർത്തയെ ഇന്നലെ തമസ്കരിച്ച് കളഞ്ഞത്? അതിലെന്താ, വാർത്തയില്ലായിരുന്നു? അതോ തങ്ങളിത് ചർച്ച ചെയ്താൽ പുതിയ മുഖ്യമന്ത്രിയുടെ പുഞ്ചിരിക്കും പൂക്കി വൈബിനും വൈക്ലഭ്യം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണോ? മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. മനോരമ ന്യൂസ് ഇന്നലെ കൗണ്ടർ പോയിന്റിൽ ചർച്ച ചെയ്തത് കൂട്ടിക്കൂട്ടി ഇതെങ്ങോട്ട്, ഇന്ധന വില വർധനയിൽ ഊന്നിയുള്ള ചർച്ചയാണ്. മാതൃഭൂമി ന്യൂസിൻ്റെ സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്തതും സമാന വിഷയം തന്നെ. രണ്ടും ജനോപകാരപ്രദമായ ചർച്ച എന്നതിൽ സംശയമില്ല. മീഡിയ വണ്ണിൻ്റെ ഇരുട്ടുമുറി ചർച്ചയായ ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ച നടൻ മമ്മൂട്ടിക്കെതിരായ സൈബർ അറ്റാക്കിനെ കുറിച്ചും തോൽവിയുടെ ക്ഷീണം ആരെയെങ്കിലുമൊക്കെ ചീത്ത വിളിച്ചു തീർക്കുന്ന CPM-കാരെ കുറിച്ചും മുനമ്പം ഭൂമിയെക്കുറിച്ചും DMK കോൺഗ്രസ് വിള്ളൽ എന്നിവയൊക്കെയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് അവറും ഇന്നലെ പിടിച്ചത് മുനമ്പം വിഷയത്തിലാണ്. അതിലാവുമ്പോൾ CPM-നെ നന്നായി ചീത്ത വിളിക്കാൻ കഴിയുമല്ലോ. 10 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്ന് VD സതീശൻ പണ്ടേ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ 8ൻ്റെ പണി എന്നൊക്കെ പറഞ്ഞാൽ തമാശയാണ്. എന്തെങ്കിലും വെറൈറ്റി കാണുമെന്ന് കരുതി റിപ്പോർട്ടർ TVയുടെ മീറ്റ് ദി എഡിറ്റേഴ്സ് കണ്ടപ്പോൾ ദാണ്ടെ അവിടെയും മുനമ്പം. 24 ന്യൂസിൽ വിഷയം അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഹാഷ്മിയുടെ കഥാപ്രസംഗത്തിന് നല്ല ഇമ്പമുണ്ട്. അലമ്പും അൽഗുൽത്തും അളിഞ്ഞു കിടപ്പാണ്. വീണ്ടും അമ്മയെ വിളിക്കണം. AMMA ഏതോ പരിപാടിക്ക് അധികാര ദല്ലാൾ വക 75 ലക്ഷത്തിന്റെ ഇടപാടിനോട് എതിർപ്പ് പറഞ്ഞതാണ് അൻസിബ എന്നൊരു യുവനടി. അതേ ഓർമ്മയുള്ളൂ. കണ്ണീരോട് ആ പെൺകുട്ടി പറയുന്നു. അടിച്ചു കിട്ടിയത് ജിഹാദി ചാപ്പ, ആരെയോ മതം മാറ്റാൻ നോക്കിയെന്ന് എളുപ്പത്തിൽ വിറ്റുപോകുന്ന ആരോപണം. പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഗൗരവം ചോർത്തിക്കളയാനല്ല, ഹാഷ്മിയുടെ രാഷ്ട്രീയേതര കഥാപ്രസംഗം എന്ന് കേട്ടോട്ടെ എന്ന് കരുതി തന്നെയാണ്. തന്നെയുമല്ല, ഇന്ന് ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്ത വാർത്ത കൂടിയാണ് AMMA എന്ന അമ്മ എന്ന സംഘടനയെക്കുറിച്ചുള്ളത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഇന്നലെ മാധ്യമങ്ങൾ അന്തിച്ചർച്ചയിൽ അടച്ചുപൂട്ടി വെച്ച ആ വാർത്തയെക്കുറിച്ചാണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ട രത്തൻ കേൽക്കറെ വെളുപ്പിച്ചെടുക്കാൻ പണിപ്പെട്ട VD സതീശിൻ്റെ പൂക്കി പുഞ്ചിരിയിൽ വീണുപോയ മാധ്യമപ്രവർത്തകരെയും മാധ്യമങ്ങളെയുമാണ്. എന്താണ് ഇക്കാര്യത്തിലെ വസ്തുതയെന്ന് പരിശോധിക്കാൻ പോകുന്നതിന് മുന്നേ മുഖ്യമന്ത്രിയുടെ ന്യായീകരണ ക്യാപ്സ്യൂൾ എന്താണ് എന്നൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ വിവാദത്തിൻ്റെ അടിസ്ഥാനം? അദ്ദേഹം സംസ്ഥാന സർവീസിലുള്ള ആളാണ് അല്ലേ? ഓൾ ഇന്ത്യ സർവീസിലുള്ള സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്ങനെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്? ഗവൺമെൻറ് കൊടുക്കുന്ന പാനൽ, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പാനലിൽ നിന്നും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ നിയമിക്കും. എന്തിനാണ്? ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ജോലി തീർന്നു. സാധാരണ എന്താ ചെയ്യുന്നത്? അതിനുശേഷം പിന്നെ അതോടുകൂടി ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഔദ്യോഗിക ജീവിതം പിറ്റേ ദിവസം റിട്ടയർ ചെയ്യുവാണ്. ഇത് എന്താണ് ഇവിടെ നടക്കുന്ന ചർച്ച? ശ്രീമതി നളിനി നെറ്റോ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു. അതിനുശേഷം എവിടേക്കാണ് പോയത്? ഹോമിലേക്ക് പോയി അല്ലേ? പിന്നെ ചീഫ് സെക്രട്ടറി ആയി. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നു. ഇതിന് മുമ്പിരുന്ന എല്ലാവരും
അവരുടെ ഔദ്യോഗിക കാര്യം കഴിഞ്ഞു കഴിഞ്ഞത്. ഇതിപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട് വേറൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്ന്. ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. എന്താ ഗുരുതരമായ ആരോപണം? വ്യാപകമായ തോതിൽ SIR-ൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. ഗുരുതരമായ ആരോപണം, രാഷ്ട്രീയ ആരോപണമായിരുന്നു. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സൂക്ഷിച്ച ഒരു ജാഗ്രതയുണ്ട്. പ്രത്യേകിച്ചും മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് വിവിധ വകുപ്പുകളിൽ നിന്ന് ശേഖരിച്ച ഡാറ്റ കൃത്യമായി അവതരിപ്പിക്കുന്ന, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന, അറിയാത്ത കാര്യമെങ്കിൽ പരിശോധിച്ചു പറയാമെന്ന് ഉറപ്പ് നൽകുന്ന ശൈലി. ഇപ്പറഞ്ഞ ജാഗ്രത ഒട്ടുമേ ഇല്ലാത്ത മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം. നേരത്തെ കേട്ട രത്തൻ കേൽക്കറുടെ നിയമനത്തെ ന്യായീകരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് സതീശൻ പറഞ്ഞു വെക്കുന്നത്? ഈ പറഞ്ഞതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന്, ന്യായമുണ്ടെന്ന് പരിശോധിക്കുകയാണ് ന്യൂസ് ലാബ്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ നിയമിച്ചത് പിണറായി സർക്കാർ നൽകിയ പട്ടികയിൽ നിന്നാണല്ലോ എന്ന വാദം തന്നെ അസംബന്ധമാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വലിയ റോളൊന്നുമില്ല. സർക്കാരിൻ്റെ എന്തെങ്കിലും താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിലെന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെട്ടാൽ അവർ അടുത്ത പാനൽ ആവശ്യപ്പെടും. അതിൽ നിന്ന് അവർക്ക് അനുയോജ്യനായ ഒരാളെ ചീഫ് ഇലക്ടറൽ ഓഫീസറാക്കും. അതായത് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നത് ഒരു രാഷ്ട്രീയ നിയമനമേയല്ലെന്നർത്ഥം. സംസ്ഥാനത്തെ ആദ്യ വനിതാ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന നളിനി നെറ്റോ ഏകദേശം 11 വർഷത്തോളം ആ പദവിയിലിരുന്നയാളാണ്. 2011 UDF ജയിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ തിരഞ്ഞെടുപ്പും 2014 നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിലെത്തിയ ലോക്സഭാ തിരഞ്ഞെടുപ്പും ചില ഉപതെരഞ്ഞെടുപ്പുകളുമൊക്കെ അടങ്ങുന്നതായിരുന്നു നളിനി നെറ്റോയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പദവിയുടെ ആകത്തുക. ഇതിനു ശേഷമാണ് നളിനി നെറ്റോ തിരികെ സർവീസിൽ കയറുന്നത്. അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സെക്രട്ടറിയായി കയറി ചെല്ലുകയായിരുന്നില്ല, മറിച്ച് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായും പിന്നീട് ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം സർവീസിൽ നിന്നും വിരമിച്ചു. ഇതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നളിനി നെറ്റോ വരുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരായി വരുന്നവരൊക്കെയും ദീർഘകാലം ആ പദവി വഹിച്ച ചരിത്രമാണ് ഇവിടെയുള്ളത്. എന്നാൽ രത്തൻ കേൽക്കറുടെ കാര്യം ഇതിൽ നിന്നൊക്കെയും വിഭിന്നമാണ്. 2024 ഡിസംബറിലാണ് രത്തൻ കേൽക്കർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാകുന്നത്. അതിനുശേഷം കേൽക്കറുടെ കീഴിൽ നടന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും SIR അടിസ്ഥാനമാക്കി വോട്ടർ പട്ടിക പരിഷ്കരിച്ചതുമാണ്. ഇനിയും ഒരു 2 വർഷം കൂടിയെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിരിക്കേണ്ട ആളെ സെക്രട്ടറി ആക്കിയത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമെന്ന് വ്യക്തം. ഇവിടെയാണ് ന്യൂസ് ലാബിന് സംശയം തോന്നുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി നമ്മളെയാകെ മണ്ടന്മാരാക്കുകയാണോ എന്ന്. എന്തൊരു തമാശ എന്നുകൂടി പറയുന്നുണ്ട് VD സതീശൻ. എന്തായി പറയുന്നത്? വേറെ ഇങ്ങനത്തെ തമാശകൾ ഞാൻ ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണിത്. ഭയങ്കര തമാശയാണ്, ഭയങ്കര ചർച്ച. എന്താണെന്നൊരു പിടിയിട്ടുണ്ട്. ഇതത്ര നിഷ്കളങ്കമല്ല, നിർദോഷവുമല്ല, ആത്യന്തികമായി തമാശയുമല്ല. വോട്ട് ചോരി ആരോപണത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൾമുനയിൽ നിർത്തുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിൽ തന്നെയല്ലേ ഇപ്പോഴും VD സതീശൻ പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ സെക്രട്ടറിയാക്കി വെച്ച രത്തൻ കേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ താളത്തിലൊത്ത് തുള്ളിയ IAS ഓഫീസർ മാത്രമായിരുന്നു. അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല പരാതി ഉണ്ടായിരുന്നത്, VD സതീശനും പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി VD സതീശൻ മാത്രമാണോ പരാതി പറഞ്ഞിട്ടുള്ളത്? അല്ല. കഴിഞ്ഞ വർഷം ഡിസംബറിൽ SIR-ന്റെ പേരിൽ ലക്ഷക്കണക്കിന് വോട്ടർമാർ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉടലെടുത്തപ്പോൾ അതിശക്ത വിമർശനം ഉന്നയിച്ച ആളാണ് പിണറായി വിജയൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് തിടുക്കപ്പെട്ട് SIR നടത്തുന്നതിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുക മാത്രമല്ല, നീതി തേടി സുപ്രീം കോടതിയിൽ കേസിന് പോവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ LDF സർക്കാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലറിൽ BJP സീൽ പതിച്ച സംഭവത്തിലും പിണറായി വിജയൻ രൂക്ഷ ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം പൂർണ്ണമായും രാഷ്ട്രീയ നിഷ്പക്ഷത പുലർത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്തയച്ചതും ഈ പറഞ്ഞ പിണറായി വിജയൻ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ
പരാതിയുമായി രംഗത്തെത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിരുന്നു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഇതൊന്നും തമാശയായിരുന്നില്ല, കാര്യഗൗരവമുള്ള പരാതികൾ തന്നെയായിരുന്നു. രത്തൻ കേൽക്കറുടെ സെക്രട്ടറി നിയമനത്തിൽ മാലോകർ അറിയാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരിക തന്നെ ചെയ്യും. ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിയോജിപ്പുകളും വിമർശനങ്ങളും തുറന്നു പറയാം. സ്നേഹത്തോടെ എല്ലാത്തിനെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.